നമസ്കാരം. ഇമ്മിണി വലിയ കമ്പ്യൂട്ടിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3000 രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിയാലോ? ഇന്ന് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റാസ്ബെറി പൈ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒട്ടുമിക്ക ഫങ്ഷണാലിറ്റിയും ഉള്ള ഒരു ചെറിയ കമ്പ്യൂട്ടർ തന്നെയാണ്. റാസ്ബെറി പൈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഇത് പുറത്തിറക്കുന്നത്. ചിപ്പ് ഓൺ ബോർഡ് എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയിലാണ് റാസ്ബെറി പൈ വരുന്നത്. അതായത് അതിൻ്റെ പ്രൊസസ്സറും മദർ ബോർഡും തുടങ്ങിയ എല്ലാ പെരിഫറൽസും അടങ്ങുന്ന ഒരൊറ്റ ബോർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിനകത്ത് നിങ്ങൾക്ക് കീബോർഡ്, അതുപോലെ തന്നെ മോണിറ്റർ തുടങ്ങിയ മറ്റു കാര്യങ്ങളെല്ലാം ഘടിപ്പിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടറാക്കി ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സാധാരണ മെമ്മറി കാർഡാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ ആൻഡ്രോയിഡോ അതുമല്ലെങ്കിൽ റാസ്ബെറി പൈ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഇതിനകത്ത് ഉപയോഗിക്കാം. ഇത് കമ്പ്യൂട്ടറിൽ ഇത് ഒരു കീബോർഡിലേക്കും മൗസിലേക്കും മോണിറ്ററിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ കമ്പ്യൂട്ടർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ റാമും അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി സാധാരണ കമ്പ്യൂട്ടറെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ചുരുങ്ങിയ ചെലവിൽ കമ്പ്യൂട്ടർ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് റാസ്ബെറി പൈ ഈ ഒരു കമ്പ്യൂട്ടർ പുറത്തിറക്കുന്നത്. എന്നാൽ ഇന്ന് ഇത് റോബോട്ടിക്സിലും, എന്തിനധികം പറയുന്നു, ബിറ്റ്കോയിൻ മൈനിങ്ങിന് വരെ ഉപയോഗിക്കുന്നുണ്ട്. കോഡി എന്ന പേരിലുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സാധാ ടിവിയെ ഒരു സ്മാർട്ട് ടി വി ആക്കി മാറ്റാനും ഈ റാസ്ബെറി പൈ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. നിങ്ങളുടെ ടിവിയെ റാസ്ബെറി പൈയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിൽ സിനിമകളും പാട്ടുകളും കാണാനും പെൻഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് സിനിമകളും പാട്ടുകളും കാണാനുമെല്ലാം ഈ റാസ്ബെറി പൈയെ ഉപയോഗിക്കാം. നമുക്ക് ഈ റാസ്ബെറി പൈയുടെ ഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് റാസ്ബെറി പൈയുടെ ബോർഡ്. ഇവിടെയാണ് മെമ്മറി കാർഡ് ഇടുക. നമ്മൾ ഹാർഡ് ഡിസ്കായിട്ട് ഉപയോഗിക്കുന്ന മെമ്മറി കാർഡാണ്. അവിടെയാണ് റീചാർജ് ചെയ്യുന്ന പോർട്ടാണ്. ഇവിടെയാണ് ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന HDMI പോർട്ട്. അത് ഓഡിയോ കണക്ട് ചെയ്യുന്ന പോർട്ടാണ്. ഇത് ലാൻ കേബിൾ, നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ലാൻ കേബിളാണ്. ബാക്കി 4 USB പോർട്ടാണ്. നമുക്ക് മൗസ്, കീബോർഡ് തുടങ്ങിയിട്ടുള്ള USB ബന്ധപ്പെട്ട് എന്തും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് അതിൻ്റെ പ്രൊസസ്സറാണ്. പ്രധാനപ്പെട്ട പ്രൊസസ്സർ ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് ഈ ഒരു ബോർഡിനകത്ത് വരുന്നത്. ഇതിന് നമുക്കൊരു ഇനി ഇതിൻ്റെ ബോക്സ് ഒന്ന് പരിശോധിച്ച് നോക്കും. ഇത് നമ്മൾ 300 രൂപ കൊടുത്ത് വേറെ വാങ്ങുന്നതാണ് ഇതിൻ്റെ കവർ. നമുക്ക് റാസ്ബെറി പൈക്കകത്ത് ആ ഒരു ബോർഡ് മാത്രമാണ് കിട്ടുക. ഇത് നമുക്ക് ആ ബോർഡിന് കൃത്യമായിട്ട് പാക്ക് ചെയ്യാൻ തരത്തിലുള്ള ഒരു പാക്കാണ്. അതിനകത്ത് ഹീറ്റ് സിങ്ക് ഉണ്ട്. നമ്മുടെ പ്രൊസസ്സറിന് മുകളിൽ വെക്കാനുള്ള ഹീറ്റ് സിങ്ക് ആണ്. ഞാനതൊന്ന് ബോക്സിനകത്തേക്ക് ഫിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫിക്സ് ആയി കഴിഞ്ഞു. നേരത്തെ കാണിച്ച പോർട്ടുകൾ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ചാർജ് ചെയ്യേണ്ട പോർട്ട്. അപ്പുറത്ത് ഓഡിയോ ഔട്ട് അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഔട്ട് എടുക്കുന്ന ഭാഗമാണത്. ഇവിടെയാണ് നമുക്ക് മെമ്മറി കാർഡ് ഇടേണ്ടത്. നമുക്ക് ഇത് പാക്ക് ചെയ്തതിന് ശേഷം മെമ്മറി കാർഡ് അതിനകത്തേക്ക് ഇടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പവർ ആണ് കണക്ട് ചെയ്യുന്നത്. ഇനി കീബോർഡ്, മൗസും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ സ്ക്രീൻ വരിക. നമ്മളതിലുള്ള OSMC
ഓപ്പൺ സോഴ്സ് മീഡിയ സെൻറ്റർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ആവുകയാണ്. അത് ഇൻസ്റ്റാൾ ആയ ശേഷം നമുക്ക് അതിൻ്റെ ലാംഗ്വേജും അതുപോലെ തന്നെ ഏരിയയും ഒക്കെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഏരിയ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ കുറച്ച് സെറ്റിങ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇവിടെ ഫ്രീ സ്പേസ് എത്രയുണ്ട്, IP അഡ്രസ് ഏതാണ്, സ്ക്രീൻ റെസൊല്യൂഷൻ ഏതാണ് എന്നുള്ളത് കാണും. സ്റ്റോറേജ് ഏതൊക്കെയാണ്, നെറ്റ്വർക്കിലോട്ട് കണക്റ്റഡ് ആണോ, അല്ല വീഡിയോസ് എടുത്താൽ ഏതാണ് വീഡിയോ ഉപയോഗിക്കുന്നത്, സ്ക്രീൻ റെസൊല്യൂഷൻ എത്രയാണ്, ഹാർഡ്വെയർ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രൈവസി പോളിസി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മുടെ മെമ്മറി കാർഡിലുള്ള ഫയൽസ്, വീഡിയോസൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. പ്രോഗ്രാംസ് എടുത്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് യൂട്യൂബ്, അതുപോലെ തന്നെ VLC പ്ലെയർ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സുകളാണ് കാണുന്നത്. നമ്മുടെ അപ്ഡേറ്റുകൾ, സർവീസുകൾ, ഓവർക്ലോക്ക്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ, നെറ്റ്വർക്ക്, റിമോട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്ക്രീനാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ ഡിസ്പ്ലേ, മെമ്മറി, ഹാർഡ്വെയർ സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കേവലം 3000 രൂപയിലൂടെ ഒരു സ്മാർട്ട് TVയോ അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പ്യൂട്ടറോ ആണ് ഈ റാസ്ബെറി പൈയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇമ്മിഡിവല്ലേ കമ്പ്യൂട്ടിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വരിക്കാരായി മാറുക. വീണ്ടും അടുത്തൊരു വിഷയമായി ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.